ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് ഈസി ലഞ്ച് വ്ളോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കാണിക്കുന്നത്. ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നുമില്ലാതെ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ. ഇതിൽ കുറേ കറികളൊന്നുമില്ല, രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പീസാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ചോറ് വയ്ക്കുന്നത് റൈസ് കുക്കറിൽ അരി തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ അത് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് വെക്കാറുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് വാർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ഒഴിച്ചുകറി തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 2 സവോള, 3 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയ ശേഷം നമ്മൾ കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് തക്കാളിയും സവോളയും പച്ചമുളകും നമുക്കൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ തക്കാളിയൊക്കെ കണ്ടല്ലോ, ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. സവോളയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. തക്കാളി തീരെ അങ്ങ് കനം കുറച്ചെടുക്കേണ്ട കാര്യമില്ല. 2 തക്കാളി ഞാൻ എടുത്തതിൽ തീരെ ചെറുതായതുകൊണ്ടാണ് ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു 3 എണ്ണം എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പച്ചമുളക് ഞാനിവിടെ 3 എണ്ണം ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ 2 എണ്ണം ചേർത്താലും മതി കേട്ടോ. നമ്മളിതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് അരിയുമ്പോൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. ചെറിയ പീസ് ഇഞ്ചി എടുത്താൽ മതി. ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഇനി ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. നമ്മൾ തക്കാളിയുടെയും സവോളയുടെയൊക്കെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ ചട്ടി ഒന്ന് കയറ്റി വയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നോട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചേരുവകളും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ ഒരു ഒഴിച്ചുകറിയും ഒരു കൊണ്ടാട്ടമുളകും കൂടി മാത്രം മതി കേട്ടോ ഒക്കെ ചോറ് കഴിക്കാനായിട്ട്. വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തേക്കണേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണം. മൊത്തം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് തീ കൂട്ടി തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-12 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു തക്കാളി നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഈ തക്കാളി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരമൊക്കെ ഒന്ന് ചിരകി അരച്ചെടുക്കാം. നാളികേരം ഞാനൊരു മീഡിയം സൈസിലുള്ള നാളികേരത്തിൻ്റെ ഒരു പകുതിയോളം ചിരകി എടുക്കുന്നുണ്ട്. ഏകദേശം അളവ് പറയുകയാണെങ്കിൽ 1 കപ്പ് നാളികേരം ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിൽ പ്രത്യേകിച്ച് നല്ല ജീരകം ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതല്ല, നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നും തന്നെ ചേർക്കാണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ, ഉടഞ്ഞു പോകരുത്. ഇപ്പം നമ്മൾ നാളികേരം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അരയ്ക്കാൻ നേരത്തെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചോളൂ. അപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. തക്കാളി വെന്ത് ഉടഞ്ഞങ്ങ് പോകരുത്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഈ സമയത്ത് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീ ഒട്ടും തന്നെ കൂട്ടിയിടരുത്. വല്ലാതെ തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മളിത് ഇളക്കിയെടുക്കാൻ നേരത്ത് തവി ചട്ടിയോട് ചേർത്ത് വെച്ചിട്ട് ഇളക്കിയാൽ മതി. കുഴച്ചെടുക്കുക, അങ്ങനെ കുഴഞ്ഞു പോകരുത് കേട്ടോ. മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരണം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൊത്തം ഒന്ന് ചൂടായി വരുമ്പം നമുക്കൊന്ന് മാറ്റി വെച്ച് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ താളിക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു കടായി വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു താളിപ്പിലാണ് കേട്ടോ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. മുഴുവൻ ടേസ്റ്റും ഇതിലായിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഞാനിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ കളറിലായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊക്കി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനിടയിൽ ഞാൻ 2-3 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽ മുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം.
കറിവേപ്പിൻ്റെ ഇല ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഇപ്പോൾ ഇളക്കരുത്. ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കറിയിൽ ഇറങ്ങിയ ശേഷം മാത്രം നമ്മളിതൊന്ന് ഇളക്കി സെർവ് ചെയ്യണം. അപ്പോൾ അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് ആ ടേസ്റ്റ് കൃത്യമായിട്ട് ആ കറിയിൽ ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് ഇതേ കറിക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു ഫ്രൈ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള കറികൾക്ക് മാത്രം പറ്റിയ നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്രൈ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിവിടെ 2 വലിയ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളയാൻ നേരത്ത് വല്ലാതെ അങ്ങ് മുഴുവനോടെ കളയരുത്. ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചീന്തി കളഞ്ഞാൽ മതി. ഈ ഒരു ഫ്രൈ എന്ന് പറഞ്ഞാൽ അസല് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആട്ടോ. നമ്മൾ ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലെങ്കിലും നല്ല രുചികരമായിട്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. സിമ്പിൾ കറികളുടെ കൂടിയാണ് ഈ ഒരു ഫ്രൈ ചേരുന്നത്. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ ജസ്റ്റ് ഒന്ന് ചെത്തിയെടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു കനത്തിൽ വേണം ഇതുപോലെ ഒന്ന് വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. തീരെ അങ്ങ് കനം കുറച്ച് അരിഞ്ഞെടുക്കരുത്. അപ്പോൾ നമ്മളിത് അരിയാൻ നേരത്ത് നേരെ വെള്ളത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ കായയെല്ലാം തന്നെ നമ്മളിതുപോലെ കട്ടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് കനം കുറച്ച് അരിയരുത്. അതിനുശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഓരോ പീസും ഒന്ന് തിരുമ്മി ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത്. വേവിക്കാനായിട്ട് ഇത് വെക്കുന്നതും ഒട്ടും തന്നെ വെള്ളമില്ലാണ്ടാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പരന്ന പാൻ കയറ്റി വെക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് വെളിച്ചെണ്ണ എടുത്തേക്കണേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിന് കുറച്ച് താഴെ നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10-30 സെക്കൻഡ് അതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പം നമ്മൾ കഴുകിയെടുത്തിരിക്കുന്ന കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ നിന്ന് നേരിട്ട് കഴുകി ചേർത്താൽ മതി. വെള്ളം ഊറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു റെസിപ്പി നമ്മൾ മുഴുവനും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. അത് മറക്കരുത്, തീ കൂട്ടിയിടരുതേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ പിന്നീട് അടച്ച് വെക്കരുത്. 5 മിനിറ്റ് മാത്രം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഇതുപോലെ ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുമ്പോഴാണ് നല്ല ഡ്രൈ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നാവുന്ന സമയം കൊണ്ട് ഞാനൊരു 5-6 പപ്പടവും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറികളുടെ കൂടെ ഈ ഒരു പപ്പടവും കൊണ്ടാട്ടമുളകും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൂടെ തന്നെ ഒരു 4-5 കൊണ്ടാട്ടമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പപ്പടവും കൊണ്ടാട്ടമുളകും നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. കായത കുറച്ച് സമയം കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പുരണ്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കായയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടോടുകൂടി ഈ ഒരു കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ കറി അല്ലെങ്കിൽ മോര് കാച്ചിയതുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മീൻ വറുത്തതോ മുട്ട വറുത്തതോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി ഒഴിച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടെ നല്ലൊരു കായ ഫ്രൈ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പപ്പടവും നമ്മുടെ എന്താ പറയുക കൊണ്ടാട്ടമുളകും വേണമെങ്കിൽ ഇച്ചിരി അച്ചാറും കൂടെ എടുത്തേക്കുക. നല്ല ടേസ്റ്റാണ്. വീണ്ടും ചോറ് കഴിക്കാൻ തോന്നും. അത്ര രുചിയാണ് കേട്ടോ. 2 കറികൾക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതാണ്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൂടി തന്നേക്കണേ പ്ലീസ്. ഓക്കെ, താങ്ക് യു.